ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ടാണ് എള്ളുണ്ട. എള്ളുണ്ട പൊതുവേ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ 200 ഗ്രാം കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് തുണി വെച്ചൊന്ന് തുടച്ചെടുത്തതാണ്. ഈ എള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. ആ പൊട്ടി വരുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അതുവരെ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ പാനിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ. നട്ട്സ് കുറച്ച് അധികം എടുത്താലും നല്ലതാണ്. നട്ട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. ഇനിയിപ്പം വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഇപ്പം ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കളറെല്ലാം മാറിയിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം നമ്മൾ എള്ള് പൊടിച്ചെടുക്കണേ. ഇനി അതേപോലെ നട്ട്സ് പൊടിച്ചെടുക്കട്ടെ. നട്ട്സ് കുറച്ചൊരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങയും അതേപോലെ തന്നെ, തേങ്ങയും കുറച്ചൊരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കട്ടെ. പിന്നെ വേണ്ടത് ഡേറ്റ്സാണ്. ഞാനിപ്പോൾ ഒരു 10 ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഡേറ്റ്സ് മാത്രമാണ് എടുക്കുന്നത്. വേറെ ശർക്കര മെൽറ്റാക്കിയിട്ടൊന്നും എടുക്കുന്നില്ല. മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇനി പാനിൽ കുറച്ചൊരു നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഡേറ്റ്സ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. നിങ്ങൾ വേറെ ശർക്കര മെൽറ്റാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ ഇത്ര ഡേറ്റ്സ് വേണ്ട കേട്ടോ, കുറച്ച് ഡേറ്റ്സ് മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കട്ടോ. ഇതിങ്ങനെ വേണം കഴിക്കാൻ. ഞാൻ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊരു നട്ട്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാണാണ്ട് ഭംഗിയുണ്ടോ, അതേപോലെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരിങ്ങനെ പ്ലേറ്റ് കാലിയാക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.